ചേട്ടാ, CPM-ന് വെള്ളാപ്പള്ളിയെ ഇനിയും ചുമക്കേണ്ട ഗതികേട് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകുന്നത് എന്ന് കേരള പൊതുസമൂഹം ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയെ. കാരണം അത്തരത്തിലുള്ള ഒരു എന്താ പറയുക വർഗീയവാദിയായിട്ട് വെള്ളാപ്പള്ളി മാറിയിട്ട് കാലം കുറയായി. അല്ല സംഭവം, തങ്ങളുടെ മുന്നണിയിലുള്ള ഒരു ഘടകകക്ഷിക്കെതിരെ രൂക്ഷമായ രീതിയിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്നിട്ട് പോലും CPI-നെ തള്ളിപ്പറയാന്നല്ലാതെ, അല്ലെങ്കിൽ CPI-യിലെ ബിനോയ് വിശ്വത്തിനെ തള്ളിപ്പറയാന്നല്ലാതെ വെള്ളാപ്പള്ളിയെ തലോടി നിൽക്കുന്ന ഒരു സമീപനം. അതാണ് ഇന്നലെ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നു. ഇന്നലെ രാവിലെ വെള്ളാപ്പള്ളി നടത്തിയ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രതികരണം, അതിൽ വെള്ളാപ്പള്ളി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, CPI ചതിക്കുന്ന ചന്തുവാണ്. ഒപ്പം തന്നെ എന്താ പറയുക, CPIക്ക് മുന്നണി മര്യാദ അവർ പാലിച്ചില്ല. അവര് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങളും ഒക്കെ അതിന്റെ വിമർശനങ്ങളൊക്കെ നടത്തിയതൊന്നും ശരിയായ രീതിയിൽ അത് മുന്നണിക്കുള്ളിലാണ് പറയേണ്ടത് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ CPIക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഈ പറയുന്ന ബിനോയ് വിശ്വം ശേഷം മറുപടി കൊടുക്കുന്നു. അതിനകത്ത് ബിനോയ് വിശ്വം പറയുന്നുണ്ട്, എന്താണ്, ആ ചതിക്കാത്ത ചന്തു എന്നുള്ള പേര്, അത് ആ തൊപ്പി കൂടുതൽ ഇണങ്ങുക വെള്ളാപ്പള്ളിക്ക് തന്നെയാണ്. വെള്ളാപ്പള്ളിയുടെ പേര് പോലും പറയുന്നില്ല ബിനോയ് വിശ്വം. ആ പേര് പോലും പറയാതാണ് അദ്ദേഹം ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത്. ആ തലയ്ക്ക് തന്നെയാണ് ചേരുന്നത്, CPIക്ക് ചേരില്ല എന്നുള്ള പല കാര്യങ്ങളും പറയുന്നു. ഒപ്പം തന്നെ മാധ്യമങ്ങള് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ കാര്യം ചോദിക്കുമ്പോൾ, താങ്കളാണെങ്കിൽ കയറ്റുമ്പോൾ ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ കണ്ടാലൊന്ന് ചിരിക്കും, ഒരു കൈ കൊടുക്കുമായിരിക്കും, അതിനപ്പുറമില്ല, കാറിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വൈകിട്ട് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ പ്രതികരണം ആരായുമ്പോൾ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ വിഷയത്തില് വളരെ ഇതായിട്ട് CPI ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുള്ള നിലയിൽ CPI അങ്ങനെയൊന്നുമില്ല, ചതിക്കുന്ന ചന്തുവൊന്നുമല്ല, ചതിക്കത്തില്ല, ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്, അങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെ അവിശ്വാസമൊന്നും CPI കുറിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി പേരെടുത്ത് വിമർശിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊന്ന് ഒരു വിമർശനാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഒരു പരാമർശം നടത്തുകയും ചെയ്തിട്ടില്ല. മറുവശത്ത് ഈ ബിനോയ് വിശ്വം നടത്തിയ ഈ കാറിൽ കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണമുണ്ടല്ലോ, അതിന് മുഖ്യമന്ത്രി നല്ല രീതിയിൽ ഭാഷയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ബിനോയ് വിശ്വം ഇങ്ങനെയാണ് പറയുമ്പോൾ മുഖ്യമന്ത്രി കൊടുക്കുന്ന മറുപടി, അതിന് പിണറായി അല്ല ബിനോയ് വിശ്വം അല്ല പിണറായി എന്നൊക്കെയുള്ള രീതിയിൽ ഉരുളക്ക് പേര് പോലെയുള്ള നല്ല ഭാഷയിലുള്ള മറുപടി ബിനോയ് വിശ്വത്തിന് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളിയോടുള്ള ഒരു അടുപ്പം, ഒരു കടപ്പാട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കഴിഞ്ഞ കുറെ കാലമായിട്ട് വെള്ളാപ്പള്ളി നടത്തുന്ന ഈ വർഗീയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങളിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു പ്രതികരണം പോലും വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിയിട്ടില്ല, ഇപ്പോഴും നടത്തുന്നില്ല. പിണറായി മാത്രമല്ല, ഇന്ന് MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഈ വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശങ്ങൾ. അപ്പോൾ പറയുന്നത്, അത് വെള്ളാപ്പള്ളി പറയുന്നതിനകത്ത് അംഗീകരിക്കാവുന്ന ഞങ്ങൾ അംഗീകരിക്കും, അംഗീകരിക്കാൻ പറ്റാത്തത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല, അത്രയേ ഉള്ളൂ അവർക്ക്. വേറെ ആരെങ്കിലും ആണ് ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുന്നെങ്കിൽ എന്തായിരിക്കും CPM-ന്റെ നിലപാട്, എന്തായിരിക്കും പ്രതികരണം? ഒരു ശക്തമായ ഭാഷയിൽ വിമർശിക്കത്തില്ലേ? ആരാണെങ്കിലും കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് അബദ്ധവശാൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വിമർശിക്കത്തില്ലേ? ആ രീതിയിലുള്ള ഒരു CPM, ഒരു പാർട്ടിയുടെ നേതാക്കള് വെള്ളാപ്പള്ളി നടേശന് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഒന്നൊഴിയാതെ പറയുമ്പോൾ, ഇന്നലെയും വെള്ളാപ്പള്ളി ഈ പറയുന്ന മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. ഇന്നും പ്രതികരണം തേടുമ്പോൾ വീട്ടിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോഴും ലീഗിനെതിരെ വീണ്ടും അയാൾ ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ലീഗ് വർഗീയത വരുത്താൻ നടക്കുകയാണ്, ഈ പറയുന്ന പോലെ പല കലാപങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു പാർട്ടിയെ കുറിച്ച്, ഒരു സമുദായത്തെ കുറിച്ചൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പക്ഷേ സമൂഹത്തില് വിഭാഗീയത പടർത്താവുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്രശ്നമില്ല, ഒരു കേസ് എടുക്കുന്നില്ല ആരും. യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒന്നുമില്ല ഇവർക്ക്. CPM-ന് ഒരു പ്രതികരണമല്ല. മുൻപ് ഈ പറയുന്ന പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിയ വിമർശനങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ കേരള തുകാടി എന്നൊക്കെ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ മുഖ്യമന്ത്രിയായ ശേഷം പിണറായിക്ക് ആ ഒരു വിമർശനങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം വെള്ളാപ്പള്ളി എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ഈ പിണറായി വിജയൻ 3ാമത്തെ പ്രാവശ്യവും മുഖ്യമന്ത്രിയായി വരും എന്ന് വെള്ളാപ്പള്ളി നടേശൻ പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ ഇത്തരത്തിലുള്ളതാണെങ്കിൽ 3ാം ടേം ഒരിക്കലും പിണറായി വിജയൻ കാണിക്കില്ല. ജനങ്ങൾ അല്ല, അതാണ് പറഞ്ഞത്. ഈ എന്താ പറയുക,
വെള്ളാപ്പള്ളി അവരെ സഹായിക്കുകയാണോ ഇനി സത്യത്തില് കൂടെ എന്നിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കണം? അത് CPM മനസ്സിലാകാത്തതാണെന്ന് പറയത്തില്ല. CPM വെള്ളാപ്പള്ളി നടേശൻ ചേർന്ന് നിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്നിടത്തോളം CPM അങ്ങേയറ്റത്തെ ദോഷവും തിരിച്ചടിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടതാണ്, അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. കാരണം നമുക്കറിയാമല്ലോ മലബാർ മേഖലയിൽ ഒരു UDF ഉണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് മലപ്പുറത്ത് പറയുന്ന UDF എതിരാളികളെ ഇല്ലാത്ത അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. ആ രീതിയിൽ മുസ്ലിങ്ങളുടെ ഒരു ഏകീകരണവും വലിയ രീതിയിൽ UDF അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. മധ്യകേരളത്തിൽ വരുമ്പോൾ ന്യൂനപക്ഷ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന മുസ്ലിം വിഭാഗത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് തങ്ങൾക്കെതിരെ ഉണ്ട് എന്നുള്ളത് ഈ പിണറായി വിജയൻ മനസ്സിലാക്കാം. പിണറായി വിജയന്റെ വിചാരം അവരെ വെറുപ്പിച്ചുകൊണ്ട് ഈ ഭൂരിപക്ഷ പ്രകടനം നടത്തി ഞങ്ങൾക്ക് ജയിച്ചു കയറാമെന്നാണ് പിണറായി വിജയൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ്. ആ രീതിയിലുള്ള നിലപാടുകളുമായിട്ട് അദ്ദേഹം പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ വെള്ളാപ്പള്ളിയുടെ ഇന്നലത്തെ ആ പ്രതികരണം അദ്ദേഹം വീണ്ടും പിണറായി ഭരണം എന്നൊക്കെ ആഗ്രഹിക്കാൻ അദ്ദേഹം മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അദ്ദേഹം വീണ്ടും വരും എന്നൊക്കെ പറയും. ഒപ്പം തന്നെ LDF മുന്നണി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയാണ്. CPI അവരൊരു വിമർശനം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ അവരെ PM ശ്രീ പോലൊരു വിഷയത്തിൽ പ്രതികരണം നടത്തിയാൽ അതിനകത്ത് വെള്ളാപ്പള്ളിക്ക് വിമർശിക്കേണ്ട കാര്യം എന്താണ്? വെള്ളാപ്പള്ളി എന്നാണ് LDF കൺവീനർ ആയത്. TP രാമകൃഷ്ണൻ LDF കൺവീനർ നടന്ന നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. വെള്ളാപ്പള്ളി LDF കൺവീനർ ആയി. അദ്ദേഹം SNDP പിണറായി വിജയനെ അറിയാൻ ചുമതല കൊടുത്തോന്ന് അറിയത്തില്ല. നിങ്ങളൊരു സൂപ്പർ ഇതായിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അയാൾ വിമർശിക്കുകയാണ്, CPI വിമർശിക്കുകയാണ്. അതിനെതിരെ മുഖ്യമന്ത്രി ഒരു പ്രതികരണമില്ല, ഒരു അക്ഷരം പറയാനില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന് തങ്ങളുടെ സ്വന്തം ഘടകകക്ഷിയെ അവിടെ MP ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അടുപ്പമുള്ള പാർട്ടിയാണ് CPI, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള വിമർശനമില്ല. ഒക്കെ നിങ്ങൾക്ക് വിമർശനമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അത്രത്തോളം ആത്മാർത്ഥയോടെ നിൽക്കുന്ന CPIയെ വലിയ രീതിയിൽ മറ്റൊരാൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ അയാൾക്കെതിരെ ഒന്ന് പറയണ്ടേ? അതേ തള്ളിക്കളയണ്ടേ? ശക്തമായ ഭാഷയിൽ തള്ളിക്കളയണ്ടേ? അത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളത് കണക്കിലെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നത് ശരിയായ നടപടിയല്ലോ. അപ്പോൾ CPIയെ എന്താ പറയുക എതിർത്താലും അല്ലെങ്കിൽ CPI തള്ളിക്കളഞ്ഞുകൊണ്ടാണെങ്കിലും ഈ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് അത് എത്രത്തോളം അവർക്ക് ഗുണം എന്ന് വെള്ളാപ്പള്ളി നടത്തിയ മറ്റൊരു പരാമർശമുണ്ട്. ഇന്നലെ വെള്ളാപ്പള്ളിയോട് ചോദ്യം ചോദിച്ച അദ്ദേഹത്തിന് ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ ഇന്ന് വെള്ളാപ്പള്ളി തീവ്രവാദിയെന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര്, പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം, ഇതൊക്കെ എടുത്ത് പറയാം. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ഒരു MSF പ്രവർത്തകനാണെന്ന് പറയുന്നത്. MSF പ്രവർത്തകൻ ഈരാറ്റുപേട്ടയിലുള്ള MSF പ്രവർത്തകൻ അയാൾ തീവ്രവാദിയാണ്, പേര് ഒരു മുസ്ലിം നാമധാരി കൂടി, അയാൾ തീവ്രവാദിയാണ് എന്ന് വെള്ളാപ്പള്ളി പറയണം. ആരുടെ നാവാണത്? ആരുടെ ശബ്ദമാണത് വരുന്നത്? കേരളത്തിലെ BJPയുടെ ശബ്ദമാണത് അല്ലെ? നമുക്കറിയാമല്ലോ PC ജോർജിനെ പോലുള്ള നേതാക്കളെ പണ്ട് ഈരാറ്റുപേട്ടയിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നത് നമുക്കറിയത്തില്ലേ? അവിടെ SDPക്കാരുണ്ട്, സത്യമാണ്. SDPക്ക് സ്വാധീനമുള്ള ഒരു മേഖലയൊക്കെയാണ് ഈരാറ്റുപേട്ട. അവിടെ ഉള്ളവരെ മൊത്തം തീവ്രവാദികളായിട്ടാണ് PC ജോർജിനെ പോലുള്ള BJPയുടെ നേതാക്കള് കാണുന്ന വിലയിരുത്തുന്നതെല്ലാം ചെയ്യുന്നത്. അതേ ഭാഷയാണ്, അതേ നാവാണ് ഈ വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നത്. അതിനെ തള്ളിപ്പറയാൻ ഇതുവരെയും ഏതെങ്കിലും CPM നേതാക്കൾ അതിനെ തള്ളിപ്പറയുന്നുണ്ടോ അറിയത്തില്ല. റിപ്പോർട്ടർ ചാനലിന്റെയാണ് കേട്ടോ. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു ചാനൽ കൂടിയാണ്. ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇന്നലെ ആ റിപ്പോർട്ടർ ചാനലിന്റെ മൈക്ക് തട്ടിക്കളഞ്ഞതിനകത്ത് ഒരു മാധ്യമത്തിനും പ്രശ്നമില്ല, അവർക്ക് തന്നെ പ്രശ്നമില്ല. റിപ്പോർട്ടർ ചാനൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് അറിയത്തില്ല. ആ രീതിയിലാണ് വെള്ളാപ്പള്ളിയുടെ ഓരോ പെരുമാറ്റങ്ങളും പോകുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഈ എന്താ പറയുക CPM വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുവരെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് ആ രീതിയിൽ ഭാവിക്കുന്നില്ല എന്നാണ് ഈ പറയുന്ന പോലെ. ഈ മാധ്യമപ്രവർത്തനെതിരായിട്ടുള്ള ഈ തീവ്രവാദി എന്നുള്ള പരാമർശം ചോദിക്കുമ്പോൾ അതിനെന്താണ് തെളിവ് ചോദിക്കുമ്പോൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് തെളിവുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല. വെള്ളാപ്പള്ളിക്ക് എങ്ങനെയാണ് അയാളുടെ തീവ്രവാദികളുടെ തെളിവ് കിട്ടിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് അങ്ങനെ ഒരു തെളിവില്ല. അദ്ദേഹത്തിനാണ് ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഒക്കെ തന്നെ പോലീസിന്റെ മൊത്തത്തിലുള്ള മന്ത്രി പിണറായി വിജയനാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ ഇങ്ങനൊരു തീവ്രവാദി മാധ്യമപ്രവർത്തനത്തിനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ വിവരം മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടില്ല. വെള്ളാപ്പള്ളിക്ക് ആ വിവരം കിട്ടി. ഇവിടുന്ന് ആ വിവരം കിട്ടുന്ന അറിയത്തില്ല, ഇൻഫർമേഷൻ കിട്ടിയ അറിയത്തില്ല. അയാൾ പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് അതിന്റെ വിവരം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ തീവ്രവാദിയെ കുറിച്ച് വിവരം കിട്ടിയിട്ട് അയാൾ എന്താണ് മുഖ്യമന്ത്രി അറിയിക്കത്തൊരു സർക്കാരിനെ അറിയിക്കണ്ടേ? ഇങ്ങനെ എനിക്കറിയാവുന്ന ഒരു തീവ്രവാദി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യത്തില്ലേ? അത് സ്വന്തം നാടിനോടുള്ള ഒരു കടപ്പാടും പ്രതിബദ്ധതയല്ലേ? അപ്പോൾ അത്തരത്തില് അങ്ങേയറ്റം വർഗീയവാദിയായിട്ടുള്ള ഒരു പേര് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടോ ഒക്കെ ഒരാളെ ഒരു മാധ്യമപ്രവർത്തനെ തീവ്രവാദി എന്ന് വിളിക്കുക. അദ്ദേഹം ചോദിച്ച ചോദ്യം കറക്റ്റാണ്. വെള്ളാപ്പള്ളി പറയുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ലീഗിന്റെ ഭരണകാലത്ത് ഞങ്ങൾക്ക് മലപ്പുറത്തൊന്നും തന്നില്ലെന്നാണ് പറയുന്നത്. മലപ്പുറത്തില്ലെങ്കിൽ കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ SNDPക്ക് ധാരാളം സ്ഥാപനങ്ങളുണ്ടല്ലോ. മലപ്പുറത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ മലപ്പുറത്ത് പല സ്ഥാപനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് അതിലെ പറയുന്നുണ്ട്
ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നതാണ് ഇയാൾ പറയുന്നത്? അപ്പോൾ ഇന്നലെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങള് അപേക്ഷ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല, 5 വർഷം കിട്ടിയില്ല. ഓക്കെ, ഉമ്മൻചാണ്ടി സർക്കാർ തെറ്റ് ചെയ്തു. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് അയാളെ ചൊടിപ്പിച്ചത് ഇന്നലെ. അപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിന്റെ മൈക്കും തട്ടിക്കളഞ്ഞിട്ട് അയാൾ പോകുന്നത്. ഇന്ന് വീണ്ടും അതിനെ വിളിച്ച് അതിനെ ന്യായീകരിക്കുമ്പോഴാണ് ഈ പറയുന്ന ചോദ്യം ചോദിച്ച അയാളെ തീവ്രവാദിയാക്കുക, ചോദ്യം ചോദിക്കുന്നത് തീവ്രവാദിയാക്കുക, വർഗീയവാദിയാക്കുക. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയാണ് CPM ചേർത്ത് പിടിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഇവർ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന് ഇന്ന് വെള്ളാപ്പള്ളി ന്യായീകരണം പറയുകയാണ് അത് ഒരു നയമായിട്ട് CPM എടുത്തു, ആർക്കും കൊടുക്കണ്ടെന്ന്. അപ്പൊ അതിന് പ്രശ്നമില്ല. ഇടത് സർക്കാർ പിണറായി വിജയൻ ഒരു നയം എടുത്ത് ആർക്കും ഒരു സംഭവം കൊടുക്കേണ്ട, ഒരു വിദ്യാഭ്യാസ കൊടുക്കേണ്ട, അനുവദിക്കേണ്ട ഒരു തീരുമാനം എടുത്തതിനകത്ത് വെള്ളാപ്പള്ളിക്ക് യാതൊരു എതിർപ്പുമില്ല, ഒരു പരാതിയുമില്ല, ഒന്നുമില്ല. എന്നാൽ നേരത്തെ ലീഗ് എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ അതേ നാവ് കൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾക്ക് 13 സ്ഥാപനങ്ങൾ അനുവദിച്ച് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഒരു ഏർപ്പാടാണ്. വെള്ളാപ്പള്ളി ഈ പറയുന്ന പോലെ അങ്ങേയറ്റത്തെ വർഗീയവാദിയായിട്ട് മാറിയിരിക്കുകയാണ്. അതൊരു തരത്തിൽ UDF സംബന്ധിച്ച് അത് വലിയൊരു ഗുണമാണ് കേട്ടോ. UDF ഐശ്വര്യമായിട്ട് നമുക്ക് വെള്ളാപ്പള്ളിയെ കാണാം. പക്ഷെ CPM സംബന്ധിച്ച് നമ്മള് CPM ഒരു എന്താ പറയുക ഇടത് പാർട്ടി എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ചേരാത്ത ഒരു നിലപാടും നയങ്ങളും ഒക്കെയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിണറായി വിജയന്റെ ഒരു നയമാണ്. പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് മറ്റു നേതാക്കന്മാർക്ക് അവരെ തള്ളിപ്പറയാൻ കഴിയാത്തത്. ആ പിണറായി വിജയന്റെ നിലപാടുകളെ ഈ പാർട്ടി പലരും വിമർശിക്കുന്ന പോലെ, ഇടതുപക്ഷ സഹയാത്രികർ വിമർശിക്കുന്ന പോലെ പിണറായി വിജയന്റെ ഓരോ നിലപാടുകൾ ഈ പാർട്ടിയെ ഉപ്പുവെച്ച കലം പോലാക്കുകയാണ്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ അത് പൂർണ്ണമാകുമെന്ന് ഈ പറയുന്ന നേതാക്കൾക്ക് ഒക്കെ തന്നെ മനസ്സിലാകും.